ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ ഒരു കട്ടിങ് ആയിട്ടാണ് കേട്ടോ. കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. കട്ടിങ് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 3 മീറ്റർ തുണിയുണ്ട് കേട്ടോ. അപ്പോൾ 2.5 എടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത പോലെ എടുത്താൽ മതി. ഞാൻ 3 മീറ്റർ എടുത്തിട്ടുണ്ട്, ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ഒരു കുർത്തി തന്നിട്ട് അതിൻ്റെ ബോഡി മെഷർമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കുർത്തി നമ്മുടെ റെഡിമെയ്ഡ് നമ്മൾക്കുള്ളൊരു കുർത്തിയും കറക്റ്റ് മെഷർമെൻറ്റുള്ളൊരു കുർത്തി എടുക്കുക. അതിൽ നിന്ന് നമുക്ക് ബോഡി മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് നല്ലത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലൊരു ചുരിദാറുള്ളൂ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കണ്ടുപിടിച്ച് തരേണ്ടത്. ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബേസ് ചെയ്തിട്ട് കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് നിങ്ങൾ കുർത്തി തയ്ച്ച് നോക്കിയാൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെ ഇതുപോലെ നമ്മുടെ കുർത്തി എടുക്കുക, അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ വിരിച്ചിടുക, അവിടെ ചുളിവൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ പിടിക്കുക, ഇതുപോലെ വിരിച്ചിടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ബാക്കി ഫോർമുലകളെല്ലാം നമ്മൾ ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമ്മൾ എടുക്കുക, കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഒരു കുർത്തിയിൽ വരുന്നത് 21 ഇഞ്ചാണ്, അതായത് ഒരു സൈഡിൽ മാത്രം, ഫ്രണ്ട് പാർട്ടിൽ മാത്രം. അപ്പോൾ അതേപോലെ നമുക്ക് ബാക്ക് പാർട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ബാക്ക് പാർട്ട് കൂട്ടുമ്പോൾ നമുക്ക് ആ 21 പോലെ ബാക്കിലുണ്ടാവില്ല. അപ്പോൾ 42 ഇഞ്ചാണ് എൻ്റെ കുർത്തിയിൽ നിന്ന് കിട്ടിയ അപ്പർ ചെസ്റ്റ് കേട്ടോ. കുർത്തിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഇതല്ല വരിക കേട്ടോ. അപ്പോൾ ഈ 42 ഇഞ്ചിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പർ ചെസ്റ്റ്. ഇത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക, 42 ഇഞ്ച് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോർമുലകൾ ഉണ്ടാക്കി നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് 42 ഇഞ്ചാണ് നമുക്ക് കുർത്തിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ കുർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ചു വന്ന കുർത്തി എന്ന് പറയുമ്പോൾ അതിൽ ലൂസും എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമുക്കത് തയ്ച്ചു വന്നിട്ടുണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ഫിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കുർത്തിയിൽ നിന്ന് എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നേരിട്ട് നമ്മൾ 1 ഫിംഗർ ലൂസ് കൊടുത്ത് നമ്മൾ അപ്പർ ചെസ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബസ്റ്റ് അല്ല കേട്ടോ. അപ്പർ ചെസ്റ്റ്, അതായത് നമ്മുടെ അണ്ടർ ആംസിന്റെ ചുറ്റു വെച്ചിട്ട് നമ്മൾ അളക്കില്ലേ, വല്ലാണ്ട് ലൂസും കൊടുക്കരുത്, വല്ലാണ്ട് ടൈറ്റും കൊടുക്കരുത്. ഒരു 1 ഫിംഗർ ലൂസിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ലേ, ആ ഒരു രീതിയിൽ മാത്രം കൊടുക്കുക. അതെടുത്തിട്ട് നമുക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അത് വെച്ചിട്ട് അതിനെ 4 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കുർത്തിയിലത്തെ കാര്യമാണ്. അപ്പോൾ കുർത്തിയിൽ നിന്ന് നമ്മൾ ഇപ്പം എല്ലാവരുടെ കയ്യിലും കുർത്തി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിൽ നിന്ന് നമുക്ക് എത്രയാണോ അവിടെ ഞാൻ കാണിച്ചു എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ അത് കാണിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4 ഇഞ്ച് മൈനസ് ചെയ്യാൻ വേണ്ടത്. 4 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38 ഇഞ്ചാണ്. ഓക്കെ, 38 ഇഞ്ചാണ് വരിക. അപ്പോൾ ഞാൻ ഒന്നുകൂടി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതേ ഇതുപോലെ 38 ഇഞ്ചാണ് വരിക. ഈ 38 ഇഞ്ചായിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ നമുക്ക് കുർത്തിയിൽ നിന്ന് തയ്ച്ചതിനേക്കാളും ഒരു 4 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവിന് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഇത് ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അളവുകൾ എടുക്കാൻ പാടുള്ളൂ. കാരണം അപ്പോൾ മാത്രം നമ്മുടെ അളവുകൾ ആം ഹോൾ ആണെങ്കിലും നെക്ക് ആണെങ്കിലും എന്താണെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷർമെന്റ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം 42 ഉപയോഗിച്ചാൽ എല്ലാം വ്യത്യാസം വരും. അത് ഉപയോഗിക്കേണ്ടത് അത് 42 ചെസ്റ്റ് അളന്ന് കിട്ടുന്നവർക്ക് മാത്രം. നമുക്കതില്ല. ഇപ്പം എൻ്റെ കേസിൽ പറയുന്നത് 38-ൽ നിന്ന് 38ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയ 42. അതെങ്ങനെ വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ 38 ബേസ് എടുത്തിട്ടാണ് നമ്മൾ ഈ കണക്കുകളെല്ലാം കൂട്ടാൻ പോണത്. ഇപ്പം നമുക്ക് ബ്ലൗസിൻ്റെ അത്ര കോംപ്ലിക്കേഷൻ ഇതിനില്ല കുർത്തിക്ക് നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ കുർത്തിയിലാവുമ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്, കഴുത്തൊന്നും ഇറങ്ങി നിൽക്കണതല്ലോ. അപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ലേ. എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ആംഹോളൊക്കെ വരാന്ന് ഈ അളവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 38ന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ആ 38ന്റെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.3 നമുക്ക് ഷോൾഡർ കിട്ടുക. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കും കണ്ടോ. 6.3 കിട്ടുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം. ഈ 1 ഇഞ്ച് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇത് മാറ്റം വരില്ല. ഇത് മാത്രം നിങ്ങളുടെ ഇത് മാത്രം വ്യത്യാസം വരുള്ളൂ. ഈ 6 എന്ന് പറയണതും ഇതുപോലെ ഈ 1 എന്ന് പറയുന്നത് ആർക്കും മാറ്റം വരില്ല. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ, നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് എടുത്ത എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ അത് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കിട്ടുന്ന സംഖ്യേനെ ഒന്ന് പ്ലസ് ചെയ്യാം. ഒരു ഇഞ്ച്
ഇഞ്ച് കൂട്ടണം. ഈ 1 ഇഞ്ച് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, എല്ലാവർക്കും മാറില്ല. അപ്പോൾ ആർക്കും മാറില്ല കേട്ടോ, ആ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം വരുള്ളൂ. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 7.3 ആണ്. കാരണം ഈ ഷോൾഡർ, ഈ കുർത്തിയുടെ ഷോൾഡറും നമുക്ക് അധികം കുറയ്ക്കാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് എത്രയാണ് വരിക? എനിക്ക് ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡർ 16 വരുന്നത് കേട്ടോ. കേട്ടോ, അപ്പോൾ ഷോൾഡർ അപ്പോൾ എനിക്ക് 16ന്റെ പകുതി എത്രയാണ് നമുക്ക് വരിക? 16 ഇഞ്ചാണ്. അപ്പോൾ ആ 16 ഇഞ്ചിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഈ 8 ഇഞ്ച് നമ്മൾ എല്ലാ കേസിലും നമ്മൾ എടുക്കാറില്ല. അതിങ്ങനെ ഹൈനെക്ക് ആയിട്ടുള്ള കോളറുള്ള കുർത്തി, അങ്ങനത്തെ കുർത്തികൾക്കൊക്കെയാണ് നമ്മളിപ്പോൾ 8 ഫുള്ളായിട്ട് എടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊന്നിനും നമ്മൾ 8 എടുക്കാറില്ല. അതിൽ നിന്ന് കുറവുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ 8 എനിക്ക് എടുക്കേണ്ടത്. ഞാൻ ഇങ്ങനെ അളന്ന് നോക്കണ കിട്ടുന്ന അളവില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് 7.3 എനിക്ക് എടുക്കേണ്ട ആവശ്യം. ഫുള്ളായിട്ട് ഉള്ള ഷോൾഡർ 8 ആണ്. ആ 8 എടുക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് കോളർ വെക്കുമ്പോൾ മാത്രം എടുത്താൽ മതി. ഈ ഷോൾഡർ നമ്മളിപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നീ 38ന്റെ ബേസ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന് ഒരു ഇഞ്ച് കൂട്ടുക. അതാണ് 7.3. അപ്പോൾ ഇതിൽ തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല, തയ്യൽ തുമ്പ് ഒക്കെ കൂടിയിട്ട് വരണതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിന്റെ ഷോൾഡർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കുർത്തിയിൽ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ഷോൾഡറിന്റെ ഇറക്കാനില്ല. അപ്പോൾ നമുക്ക് ഇതിന് കിട്ടി തന്നെ കറക്റ്റായിട്ട് എഴുതാം. പിന്നെ നിങ്ങളുടെ വല്ലാണ്ട് ഇപ്പോൾ ഷോൾഡർ കുറയ്ക്കാനില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഷോൾഡർ വല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് വല്ലാണ്ട് ഇറക്കുകയാണെങ്കിൽ കുറയ്ക്കേണ്ടി വരും. നമ്മളിപ്പോൾ സാധാരണ നോർമൽ കുർത്തികൾക്കൊക്കെ ഒരു 5 ഇഞ്ച് ഒക്കെ അല്ലേ നമ്മൾ, അതിന് ഈ ഷോൾഡർ തന്നെ മതിയാവും കേട്ടോ. ായിട്ട് നമ്മൾ ആം ഹോൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആം ഹോളിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെസ്റ്റ് തന്നെ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പർ ചെസ്റ്റ് ബോഡിയിൽ നിന്ന് എടുത്താൽ മാത്രം കേട്ടോ. ആ 38 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് 4 കൊണ്ട്, 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് കോമൺ ആണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9.5 ആണ് നമുക്ക് വരിക കേട്ടോ. അപ്പോൾ ഈ അളവാണ് 9.5. ഈ 9.5 കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാം കേട്ടോ. -0.5, അതായത് ഒരു 1/2 ഇഞ്ച് നമ്മൾ കുറയ്ക്കുക. 1/2 ഇഞ്ച് കുറച്ച് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതാണ് നമ്മുടെ ആം ഹോളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആം ഹോളിന്റെ റൗണ്ട് കേട്ടോ. ആം ഹോള് ഞാൻ റൗണ്ടാണ് ഉദ്ദേശിച്ചത്, ലെങ്ത് അല്ല കേട്ടോ. ആം ഹോൾ റൗണ്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരില്ലേ, അവിടെ എത്രയാണ് കിട്ടേണ്ടതാണ് നമ്മൾ പറയണത്. അപ്പോൾ അതെന്ന് പറയുന്നത് 9 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ 9.5 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. അതാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട്. ഈ അളവ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കുർത്തിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി വേറെ കുറച്ച് അളവും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞുതരാം. ഈ 3 അളവൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 അളവെന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡിയിൽ നിന്ന് എടുത്ത അളവുകളാണ് കേട്ടോ ഞാൻ പറയണത്. ബോഡിയിൽ നിന്ന് നമ്മൾ അളന്ന് വെച്ച അളവുകൾ. അപ്പോൾ അത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നത് 38 ഇഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് വേസ്റ്റ്, അതായത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഏകദേശം വേസ്റ്റ് എന്ന് പറയുന്നത് ഇടവണ്ണം എന്ന് പറയുന്നത് ഒരാളുടെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ചോ അല്ലെങ്കിൽ 15 ഇഞ്ചോ ഹൈറ്റിന് ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വരും. നോർമൽ ഒരു 14, 14.5, 15 ആ ഒരു ഇടയിൽ എത്രയാണോ നമുക്ക് ഇടവണ്ണം നോക്കുക, അവിടുത്തെ ആ ഷേപ്പ് വരുന്ന ഭാഗം. അപ്പോൾ എനിക്ക് ആ ഷേപ്പ് വരുന്ന ഭാഗം എന്ന് പറയണമെങ്കിൽ 34 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. ആ 34 ഇഞ്ചിൽ നമ്മൾ 34 ഇഞ്ചാണ് നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടണേ. ഇനി അതുപോലെ ഹിപ്പ്, നമ്മുടെ സ്ലിറ്റൊക്കെ തുടങ്ങില്ലേ ആ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ ഭാഗത്തിൽ വിരിഞ്ഞ ഭാഗമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അവിടുത്തെ ബോഡിയിൽ നിന്ന് ഞാൻ എടുത്ത അളവാണ് കേട്ടോ. അല്ലാണ്ട് ലൂസ് കൊടുക്കരുത്, അതുപോലെ ടൈറ്റ് ആക്കരുത്. നമ്മളൊരു 1 ഫിംഗർ ലൂസിൽ തന്നെ എടുക്കുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചുറ്റായിട്ട് അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് 44 ഇഞ്ചാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുത്താണെന്ന് ഞാൻ പ്രത്യേകം പറയണു, കുർത്തിയിലല്ല കേട്ടോ. ഞാൻ കുർത്തിയിൽ ഒരു കാര്യം മാത്രമേ ഞാൻ അളന്ന് കാണിച്ചിട്ടുള്ളൂ നിങ്ങളെ. അത് അതിൻ്റെ അപ്പർ ചെസ്റ്റ് എടുത്തിട്ടാണ് കാണിച്ചത്. അപ്പർ ചെസ്റ്റ് മാത്രം, ബസ്റ്റ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല ഞാൻ അതിൽ കാണിച്ചത്. ഇതൊക്കെ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്താണ്. അത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കാൻ ഇനിയിപ്പോൾ ചുരിദാറുള്ളതും അതിൽ നിന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചുരിദാറിൽ നിന്ന് അപ്പർ ചെസ്റ്റ് കാണിച്ചിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് ലൂസ് കുറച്ചിട്ടാണ് ഞാനിവിടെ 38 ഇഞ്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, 38 ഇഞ്ച് കേട്ടോ. അതുപോലെ ബോഡിയിൽ നിന്ന് അളന്നെടുത്ത അളവുകളാണ് ഇതെല്ലാം. അപ്പം ഇതിന് എത്ര ലൂസ് കൊടുക്കണമെന്നാണ് നമ്മൾ ചുരിദാറിൽ കൊടുക്കല്ലോ, അത് എത്ര കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്കും പറഞ്ഞുതരാം കേട്ടോ. നമ്മളെല്ലാം കണ്ടല്ലോ.
അപ്പോൾ ഇനി നമ്മുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെസ്റ്റിൻ്റെ എത്ര കൂട്ടണം നമ്മുടെ ചെസ്റ്റിൻ്റെ ഒപ്പം നോക്കാം. അപ്പോൾ ചെസ്റ്റ് നമ്മൾ 38 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ 4 ഇഞ്ച് നമുക്ക് കൂട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇഞ്ച് ലൂസ് നമ്മൾ നേരത്തെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ മെഷർമെൻറ്റിന് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കുറച്ചത്, എന്നിട്ട് 38 ആക്കിയത്. ഇപ്പോൾ നമ്മുടെ തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്താൻ പോവാണ്. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് 42 ഇഞ്ചാണ്. കണ്ടോ? അപ്പോൾ ഈ 42 ഇഞ്ച് നമുക്ക് വരിക. എത്രയാണോ വരിക അതിൻ്റെ 4/1 ഭാഗം. 42ൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 10.5 വരിക കേട്ടോ. അതുപോലെ 10.5 വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. പ്ലസ് അതിൻ്റെ ഒപ്പം 1.5 നമ്മൾ സീം കൊടുക്കുമല്ലോ, തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണമല്ലോ. അത് നമുക്ക് എത്രയാണെന്ന് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കിനി വേസ്റ്റിൻ്റെ കാര്യം നോക്കാം കേട്ടോ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ വേസ്റ്റ്. അപ്പോൾ അവിടെ ഒരു ഒതുങ്ങിയ ഒരു ഭാഗമല്ല നമ്മുടെ. അപ്പോൾ അവിടെ നമ്മൾ ഈ 4 ഇഞ്ച് ലൂസ് കൊടുക്കണ്ട, അവിടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എനിക്കിപ്പോൾ എൻ്റെ ഈ അളവെന്ന് പറയുന്നത് 37 ഇഞ്ചാണ് കിട്ടുക. 37 ഇഞ്ച്. അപ്പോൾ ഈ 37 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 37 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25 എനിക്ക് വരിക കേട്ടോ. 9.25 വരും. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക, 1.5 സീം അവിടെയും കൊടുക്കുക കേട്ടോ. 1.5 സീം കൊടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ? 1 സീം കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹിപ്പിൻ്റെ അളവുണ്ട് കേട്ടോ. അപ്പോൾ ഹിപ്പ് എന്ന് പറയുന്നത് ഇവിടെ 44 എനിക്ക് ഹിപ്പ്. ഇവിടെ പറഞ്ഞല്ലോ 44 കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടണം കേട്ടോ. ഈ 4 ഇഞ്ച് 3 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് അത് അവിടെ കൊടുക്കേണ്ട കറക്റ്റ് ലൂസുകൾ തന്നെയാണ്. അപ്പോൾ 4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 48 ഇഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 48 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 ഇപ്പോൾ ഇവിടെ ലൂസാണ് കേട്ടോ. ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഇഞ്ചാണ് വരിക അല്ലേ. 12 ഇഞ്ചാണ് വരിക. ഇപ്പോൾ നമുക്കിവിടെ 12 ഇഞ്ച് വന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഹിപ്പിൽ മാത്രം തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെയൊക്കെ 1.5 ഇഞ്ചാണ് കൊടുത്തത്. ഇവിടെ മാത്രം 1 ഇഞ്ച് സീം കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് മാത്രം നമ്മൾ സീം കൊടുക്കാൻ പാടുള്ളൂ. അതനുസരിച്ചിട്ട് നമ്മൾ കുർത്തി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഇനി നെക്കിൻ്റെ വൈഡ് ഞാൻ അതിൽ പറഞ്ഞുതരാം കേട്ടോ. എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ അതിന് കണക്കുണ്ട്, ആവറേജ് കണക്കുണ്ട്. അത് ഞാനത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തിക്കുള്ള തുണി ഞാൻ മടക്കിയിട്ടു, 4ആയിട്ട് മടക്കിയിട്ടു. ഞാനിതിൻ്റെ ലൈനിങ് എടുക്കില്ല കേട്ടോ. ലൈനിങ് എൻ്റെ തുണികൾ കുറച്ച് ഇങ്ങനെ കട്ട് പീസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തുണിയിലാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ തുണി എന്ന് പറയുമ്പോഴേ കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ളതല്ലേ, വരകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വര കറക്റ്റായിട്ട് കാണുമെന്നറിയില്ല. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണാം കേട്ടോ ഞാൻ വരയ്ക്കണത്. അപ്പോൾ അതുപോലെ ഈ തുണി 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടാണ്. ഏതൊരു ഇതിനും ഫോൾഡഡ് സൈഡ് കണ്ടോ, എൻ്റെ ഭാഗത്തേക്കാണ് 4ആയിട്ട് ഞാൻ മടക്കിയിട്ടു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അറിയാത്തവർക്ക്. ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് ഈ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതാ നമുക്ക് താഴെന്ന് മുകളിലേക്കാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ 1.5 ഇഞ്ച് മൊത്തം നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ കൊടുക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് പോണത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ അവിടെയും കൊടുക്കാം. കണ്ടോ, നമ്മളിതുപോലെ 1 ഇഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. താഴെ ലെവലാക്കി കണ്ടോ, 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അവിടെ മടക്കി തയ്ക്കണമല്ലോ നമുക്ക്, സ്ലിറ്റൊക്കെ അടിച്ച് അപ്പോൾ അടി മടക്കി തയ്ക്കില്ല. അതിന് 1 ഇഞ്ച് നമ്മൾ കൊടുത്തു. നമ്മളിത് ഇതുപോലെ വരച്ചെടുത്തു. നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 47 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൽ 1 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി 47 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് അടയാളപ്പെടുത്തണം. ആ 47 ഇഞ്ച് നമുക്ക് ടേപ്പിൽ അളന്നെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇവിടെ 1 ഇഞ്ച് കഴിച്ചാൽ ബാക്കി 47 ഇഞ്ച് ആ 1 ഇഞ്ചിന് നമുക്ക് അവിടെ നിന്നാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തുണി ഞാൻ ഒന്ന് മടക്കി ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ. കണ്ടോ, ഈ 47 ഇഞ്ച് നമ്മൾ എടുക്കുക. ആ 47 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിന് മീതെ കേട്ടോ, അവിടെയാണ് വെക്കേണ്ടത്. അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. മുകളിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇത് കാണാൻ പറ്റില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകളിലോട്ട് എടുത്തു. അപ്പോൾ ഞാൻ മുകളിലോട്ട് എടുത്തിട്ട് ഈ ഒരു പ്രിൻറ്റിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ അടയാളപ്പെടുത്തി 47 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് വര കണ്ടോ, ഒരു പിങ്ക് വര അവിടെ കാണുന്നുണ്ട്. അവിടെ ഞാൻ ഒന്നും കൂടി തെളിയിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കത് കിട്ടണ ഇതുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 47 ഇഞ്ചാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു താഴെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്തിന്? സീം അലവൻസിന്. ഇനി മുകളിൽ നമുക്കത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറുകൾ കൂട്ടി തയ്ക്കണ്ടേ. അപ്പോൾ നമ്മുടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ മൊത്തം തയ്യൽ തുമ്പ് 1.5 ഇഞ്ചായില്ലേ.
മനസ്സിലായല്ലോ. അപ്പോൾ 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പായിട്ടോ. ഇനി നമ്മളിത് ഫോൾഡഡ് സൈഡ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു കട്ട് ചെയ്യാനല്ല, സോറി, മെഷർ ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പേപ്പർ എടുക്കാം, നമുക്ക് ആ പേപ്പറിൽ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കണക്കുകളെല്ലാം. ബോഡിയിൽ നിന്നത്തെ മെഷർമെൻ്റ് ആണ് കേട്ടോ. 38 ഇഞ്ചും അതിൻ്റെ കൂടെ ഷോൾഡറാണ് 6 ഇഞ്ചാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.3. ഞാൻ ആ കണക്ക് പറഞ്ഞല്ലോ, ആ 7.3 നമ്മളിത് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുത്തു, ആ ഷോൾഡർ ലൈന്. മനസ്സിലായല്ലോ. അപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അതെങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. തയ്യൽ തുമ്പൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കുറച്ചതിൽ എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇനി നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്താണ്. ആം ഹോള് നമ്മൾ അതേ അളവ് തന്നെ നമുക്ക് കൊടുത്ത് നോക്കാം കറക്റ്റായിട്ട് വരുമെന്ന് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു കണക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ആ സെയിം ഷോൾഡർ 7.3 തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ചെസ്റ്റ് വരയ്ക്കണം. ചെസ്റ്റ് 38 ഇഞ്ചാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടി എനിക്ക് വരുന്നത് കണ്ടോ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വരുന്നത് 10.5 കണ്ടോ. ലൂസ് കൂട്ടണം കേട്ടോ, 4 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ഞാൻ പഠിച്ചൊരു മെത്തേഡ് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ചെയ്യും. അപ്പോൾ അതാ നമുക്ക് 10.5 നമുക്ക് വന്നിരിക്കുന്ന അളവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 10.5 അടയാളപ്പെടുത്തി. ഇത് അടയാളപ്പെടുത്തിയിട്ടാണ് ഇനി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുള്ളൂ. 2 ആണെങ്കിൽ 2, നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ ലൈൻ വരച്ചില്ലേ, അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. പകുതി എടുത്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ അളവുകൾ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോർണറിൽ നമുക്കൊരു 1.5 ഇഞ്ച് നമുക്കിത് ഇതുപോലെ എടുക്കാം കേട്ടോ. കോർണറിൽ കുർത്തിക്കൊക്കെ ഞാനൊരു 1.5 ഇഞ്ച് എടുക്കും കേട്ടോ. ഈ ഒരു കോർണറിൽ നമ്മൾ 1.5 ഇഞ്ച് എടുക്കുക. ആ 1.5 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അവിടെ കറക്റ്റാണ് നോക്കണം ആ ലൈൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് എത്രയാണെന്നുള്ളത് കേട്ടോ. ആം ഹോൾ റൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9.5, അതിൽ നിന്ന് 0.5 കുറച്ചപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത് ആം ഹോൾ റൗണ്ട് ഒരു ഭാഗത്തെ. ആ ഒരു ഭാഗത്ത് ആം ഹോൾ റൗണ്ട് ആ ഒരു ഭാഗത്ത് കിട്ടണോ നോക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത ലൈനൊന്ന് കണക്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് അവിടെ 9 ഉണ്ടോയെന്ന് നോക്കണം. അപ്പം ഞാൻ ഇത് അളന്ന് നോക്കുകയാണ്. നമുക്ക് കറക്റ്റ് 9 തന്നെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് തയ്ച്ച് മനസ്സിലാവുമ്പോൾ കറക്റ്റ് എത്ര വേണ്ടത് നമുക്കൊരു ഏകദേശം രൂപം പിടികിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ അത് 9 വരും. ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്ക് ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചെസ്റ്റ് ലൈൻ, പിന്നെ വേസ്റ്റ് ലൈൻ, ഹിപ്പ് ലൈൻ, അങ്ങനെ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ലൈൻ ഉണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടി നമുക്ക് 37 ഇഞ്ച് വരും. അപ്പോൾ അതിന് 4 ഭാഗം. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് എനിക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്, എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഏകദേശം 15 ഇഞ്ച് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഹൈറ്റ് ഇല്ലെങ്കിൽ 14 ഇഞ്ചായാലും മതി. നമുക്ക് 14 14.5 അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 15 ഇഞ്ച് എടുത്തു. ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി ആ ലൈനിലാണ് നമ്മുടെ ഇടവണ്ണത്തിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് നമുക്ക് കിട്ടിയത് അറിയാമല്ലോ. നമ്മൾ ലൂസൊക്കെ കൂട്ടി കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റാക്കി വെച്ചിട്ടില്ലേ അവിടെ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9.25 ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ അളവ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ. നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ തുണിയിൽ അടയാളപ്പെടുത്തിയേ വേണ്ടൂ നമുക്ക്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് മുകളിൽ അടയാളപ്പെടുത്തി, അതേപോലെ തന്നെ 1.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഈ തുണിയിൽ ഈ ഒരു എഴുത്തൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പനിയൊക്കെ ആകാറുണ്ട്, പോയി മേടിക്കാൻ പറ്റിയില്ല. അത് ഇപ്പോഴും എനിക്ക് ആ ഒരു ബ്രോങ്കൈറ്റീസിൻ്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് വരച്ചു. ഇനി അടുത്തത് ഹിപ്പിൻ്റെ കേട്ടോ. അപ്പോൾ ഹിപ്പിൻ്റെ 44 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 48ആയി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 12 എനിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതാ 12. അപ്പോൾ ഇതായി കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ സ്ലിറ്റിന് എത്രയാണ് കൊടുക്കുക, ചിലവർ 18 കൊടുക്കും, ചിലവർ 19 കൊടുക്കും. എനിക്ക് ഇത്തിരി സ്ലിറ്റ് അവിടെ അങ്ങനെ അധികം കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു 22 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം നിങ്ങളത് കൊടുക്കുക. ആ സ്ലിറ്റിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗമല്ലേ അവിടുത്തെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ 12 ലൂസൊക്കെ കൊടുത്ത് ചുറ്റളവ്. അതാണ് ഇവിടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ലൂസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൂസ് കൊടുത്താലാണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ ഹിപ്പിൻ്റെ അവിടെ തടി കൂടുകയാണെങ്കിൽ ഇതുപോലെ 4 ഇഞ്ച് ലൂസ് കൊടുക്കുക. ചിലവർക്ക് 5 ഇഞ്ച് വേണ്ടി ഹിപ്പിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ലൂസ് കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോർമലായിട്ട് 4 ഇഞ്ച് മതി. അപ്പോൾ ആ 4 ഇഞ്ച് ഞാനവിടെ കൊടുത്തു. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു, അതിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ലൂസ് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് വരും. കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ലൂസ് കൊടുക്കുക കേട്ടോ. ലൂസ് കൊടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. നമുക്ക് ഇപ്പോൾ 4 ഇഞ്ചിന് പകരം 1 ഇഞ്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല. അതിന് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടതാണ്. നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ മറ്റോടത്ത് 1.5 ഇഞ്ച് കൊടുത്തപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാ ഭാഗം കണക്ട് ചെയ്ത് നമ്മൾ വരച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് താഴേക്ക് പോകണം, ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഹിപ്പ് 12 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹിപ്പിൻ്റെ 4 ഭാഗം ഞാൻ 12 ഇഞ്ചാണോ ലൂസ് കൂട്ടിയ അളവാണ് കേട്ടോ. ആ 12 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലൂസ് കൂട്ടിയത്. പിന്നെ താഴേക്ക് വരുമ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് അധികം ഒരു എലൈൻ പോലെ വരണം എന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തത് ഒരു 13 ഇഞ്ച്, 1 ഇഞ്ച് കൂടുതൽ കൊടുത്തല്ലോ കേട്ടോ. അതായത് ഹിപ്പിൻ്റെ അവിടെ 12 കൊടുത്തപ്പോൾ ഞാൻ താഴെ 13 കൊടുത്തു. സെയിം 12 വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ആ ഹിപ്പിൽ നിന്ന് താഴെ ബോട്ടം പാർട്ടിലേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ വരച്ചു കൊടുത്തിട്ട് അവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം കണ്ട. അപ്പോൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എലൈനായിട്ട് അവിടെ വേണമെങ്കിൽ 2 ഇഞ്ചോ 3 ഇഞ്ചോ ബോട്ടം പാർട്ടിൽ ഹിപ്പിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, ഈ ഒരു അളവിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മെഷർമെൻറ്റുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്ക് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് മുകളിലെ ഭാഗം കാണിക്കാൻ എളുപ്പമാവും കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം തന്നെ പേപ്പറിലെല്ലാം ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് സുഖമാണ്. അറിയാത്തവരുടെ കാര്യമാണ് കേട്ടോ. അറിയണവർക്ക് ഇതൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് തെറ്റാതിരിക്കും ഇങ്ങനെയൊക്കെ ലൂസും ഇതൊക്കെ കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ വിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് ആം ഹോളിൽ നമുക്കവിടെ കൈയിൻ്റെ അവിടെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഒരു എൽ ഷേപ്പിൽ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് അര ഇഞ്ച് തള്ളി വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ആം ഹോൾ ലൈന് കൊടുക്കുക. ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ വരച്ച ലൈനിൽ വരയ്ക്കരുത്. മുന്നേ തന്നെ വരച്ചാൽ നമ്മുടെ ബാക്കിലെ ആം ഹോൾ ലൈനില്ലേ, അതിലേ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഫ്രണ്ടിലെ ആം ഹോൾ ലൈന് പിന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാനിതിൻ്റെ മെഷർമെൻറ്റുകളാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേഷനും ഫോർമുല എന്താണെന്ന്. അപ്പോൾ ഇതിന് ബാക്കി കിട്ടിയ തുണിയാണ് നമ്മൾ ഇതുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടോ, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 15 ഇഞ്ച് സ്ലീവ് ഏകദേശം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ നെക്കിൻ്റെ വിഡ്ത്ത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇഷ്ടമുള്ളത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ചെസ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 38 ഇഞ്ചാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് നോക്കാം. നമ്മൾ ബാക്കിയെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് നെക്ക്. അപ്പോൾ 38നെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.1 ഈ ഒരു ബോഡി മെഷർമെൻറ്റിൽ നമുക്ക് വേണ്ട ഒരു നെക്കിൻ്റെ വിഡ്ത്ത് കേട്ടോ. ഇത് നമുക്ക് കൂട്ടാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടാം. ഇപ്പോൾ ഈ ഒരു അളവ് തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ചിലവർക്ക് 4 ഇഞ്ചായിരിക്കും. ഞാൻ 4 ഇഞ്ച് കൊടുക്കാറുണ്ട് എപ്പോഴും. എനിക്ക് ആ ഭാഗം വിരിവുള്ള കാരണമുണ്ട് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. ഞാൻ അതേ പറയുള്ളൂ. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമുള്ള നെക്കിൻ്റെ വൈഡൊക്കെ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടമുണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കൂട്ടുന്നു. അപ്പോൾ ഞാൻ 3.1 നമ്മൾ കൊടുക്കണേ. അപ്പോൾ എപ്പോൾ കൊടുക്കുമ്പോഴും ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോഴും ഈ തുണി എടുത്ത് നമ്മൾ വേറെ ചെയ്യില്ലേ, ക്രോസ് പീസൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും ഈ നെക്കിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ നെക്ക് ചെയ്യാനായിട്ട്. അത് ക്യാൻവാസിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ കറക്റ്റ് കൊടുക്കേണ്ടത് അത് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. അതായത് എനിക്കിപ്പോൾ 4 വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് തന്നെ നമ്മൾ ക്യാൻവാസിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും തുണിയിൽ ചെയ്യുമ്പോൾ നമ്മൾ 4 കൊടുക്കരുത്, 3.5 കൊടുക്കുക. അര ഇഞ്ച് കുറവ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 ആയിക്കോളും. തുണി നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്കിൽ പിടിപ്പിക്കില്ലേ, അത് അങ്ങനെ ചെയ്യുമ്പോൾ 3.5 കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് 4 വേണം കേട്ടോ. അതാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ആ ഒരു 4ൻ്റെ കണക്ക്
വെച്ചിട്ടാണ് ഞാനിവിടെ പറയണത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു നെക്കല എടുക്കണേ, ഞാൻ 4 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എൻ്റെ നെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസിൽ വെട്ടേണ്ടതല്ല, ഞാൻ ഈ ഒരു കുർത്തിയിൽ ഞാൻ ക്യാൻവാസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻവാസിൽ വരികയെന്ന് ഞാൻ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് പക്ഷേ തുണിയിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക്. ഇതിൽ ഈ കാൽക്കുലേഷനും ഫോർമുലയാണ് മെയിനായിട്ട് ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം ഞാൻ പറയാത്തത്. അപ്പോൾ അത് വേറെ തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ തുണിയിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് എടുക്കണത്. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് 4 ഇഞ്ച് തന്നെ ഞാൻ എടുക്കും കേട്ടോ. 4 ഇഞ്ച് എടുക്കും. അപ്പോൾ ബാക്കിലേക്ക് ഞാൻ ലെങ്ത്ത് എത്രയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 5 ഇഞ്ച് ലെങ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് വരാറില്ല. ബാക്കിലും ഫ്രണ്ടിലും ലെങ്ത്ത് കൂടുതൽ കൊടുക്കും. നിങ്ങൾ അത്ര കൊടുക്കണമെന്നില്ല, നിങ്ങൾ എത്രയാണോ കൊടുക്കുക അപ്പോൾ അതുപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുക. ഇനി ഞാനിതൊരു തുണിയിൽ ഒരു ചെറിയ പീസ് വെച്ചിട്ട് നമ്മുടെ തുണിയിലേക്ക് വെക്കുകയാണെങ്കിൽ ഞാൻ 4 എടുക്കേണ്ട ആവശ്യമില്ല, 3.5 കൊടുക്കണം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയണം. നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയണില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ നമുക്ക് അത് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് എങ്ങനെയാണ് ലൂസ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേ കണ്ട ഞാൻ 3.5 ഇഞ്ചാന്ന് പറയുന്നുണ്ട്. അത് വേറെ തുണിയിൽ ചെയ്യുമ്പോഴത്തേണ് കേട്ടോ 3.5 ഇഞ്ച് കൊടുക്കാൻ പാടുള്ളൂ. 1/2 ഇഞ്ച് എപ്പോഴും കുറച്ച് കൊടുക്കുക. ക്യാൻവാസിൽ മാത്രമേ നമ്മൾ കറക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. 4 ഇഞ്ച് എന്നുള്ളത് 4 ഇഞ്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഷോൾഡറിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് ഉണ്ടാവുമല്ലോ കണ്ടോ. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഒരു 3 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. 3.25 ഇഞ്ച് അത് തയ്ച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഭാഗം ആ ഒരു ഷോൾഡർ സ്ട്രിപ്പ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഈ ഒരു തുണിയാണ് എനിക്ക് ബാക്കി വന്നിരിക്കുന്ന തുണി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊരു ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ തുണി എടുക്കാമെന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടണത് ഏകദേശം ഒരു 14 ഇഞ്ചിൻ്റെ ലെങ്ത്ത് ഈ ഒരു ഭാഗത്ത് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ചെറിയ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോട് കൂടി ചേർന്ന് കിട്ടും കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഫൊക്കെ കൊടുക്കണം കേട്ടോ. ചെറിയൊരു പഫ് അങ്ങനെ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. ഈ സ്ലീവിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളത് നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 13.5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് ലൈനിങ് വെക്കാമെന്നാണ് ഞാൻ വെക്കാനുള്ള തുണി ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഞാനൊരു 3.5 ഇഞ്ച് എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു 3.5 ഇഞ്ച് തുണി എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 3.5 ഇഞ്ചിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ ആക്കണം. 3.5 ഇഞ്ച് വീതി 3.5 ഇഞ്ച് നീളമുള്ള ഒരു സ്ക്വയർ അവിടെ നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു പഫ് കൊടുക്കണല്ലോ, നമ്മുടെ ഒരു പഫ് സ്ലീവിന് വേണ്ടിയിട്ട്. ഈ സ്ലീവിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് വരച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 13.5 ഇഞ്ച്. ആ 13.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ക്യാപ്സ് ഹൈറ്റ് കിട്ടണ്ടേ. ക്യാപ്പ് ഹൈറ്റ് ഞാനൊരു 4 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. ആ 4 ഇഞ്ച് ഈ ഒരു ഭാഗത്തുനിന്ന് 4 ഇഞ്ച് ഇങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. ക്യാപ്പ് ഹൈറ്റ് 4 ഇഞ്ചിൽ കണ്ടോ, 4 ഇഞ്ചിൽ ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മുടെ ആം ഹോളിൻ്റെ താഴെ അണ്ടർ ആംസിൻ്റെ താഴെ വരണ നമ്മുടെ ആ ഒരു കൈയിൻ്റെ ഭാഗമില്ലേ അവിടുത്തെ വണ്ണം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച്. ആ 7 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച്, എല്ലാവർക്കും 1.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കണേ, 1.5 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് എന്നിട്ട് ആ ഒരു ലൈൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ചെരിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ എടുക്കുക കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മിഡിൽ എടുക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വരും. ആ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു 3/4 ഇഞ്ച് ഇതുപോലെ നമ്മൾ എടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇതിൽ കുറേ വരയും എഴുത്തൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ സ്ലീവിന്. എന്നിട്ട് നമ്മളൊന്ന് ചെരിച്ച് കൊടുക്കുക. ആ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ അവിടെ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു നമുക്കൊരു സ്ട്രെയിറ്റ് ഇതുണ്ട്, അതുകൊണ്ടാണ് നമ്മളവിടെ സ്ട്രെയിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ വരച്ചു കൊടുത്തു കണ്ടോ. ആ ഒരു 1.25 ഇഞ്ച് ആയിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യേണ്ടത് നമ്മുടെ മിഡിൽ പോയിന്റിൽ നമ്മുടെ കണ്ട ഞാൻ വരയ്ക്കണത് മിഡിലാണ്. അതിൻ്റെ ആ മിഡിൽ ഭാഗം, ആ മിഡിൽ ഭാഗത്തേക്ക് ഇവിടെ നിന്നുള്ള ഒരു നമ്മളിത് ഇതുപോലൊരു ഷേപ്പ്
ഷേപ്പിൽ ആ മിഡിൽ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക. അത്രയും ഭാഗം നമുക്കൊരു പഫിൻ്റെ ഭാഗം നമുക്ക് കിട്ടാനാണ്. ആ ഒരു ഭാഗം നമുക്ക് പഫിൻ്റെ ഭാഗം കിട്ടും കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ, അതിന് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതല്ല ഞാൻ മെയിനായിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഈ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്കവിടെ പഫിൻ്റെ ഭാഗം കിട്ടി. ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിൻ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം നമുക്കവിടെ തയ്യൽ തുമ്പൊന്നും കൊടുത്തില്ല. നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം എനിക്ക് 10.25 അപ്പോൾ അതിൻ്റെ പകുതി ഈ ഒരു ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് 10.25 പകുതി അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മുടെ അവിടെ കറക്റ്റ് പോയിൻ്റ് നമ്മൾ ആ ഒരു ഭാഗത്ത് ആം ഹോളിൻ്റെ ആ ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തിലേക്ക് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ലീവിൻ്റെ മെത്തേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. പല പല മെത്തേഡുകളുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിതുപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് അടക്കം ഇതുപോലെ കൊടുത്തെടുക്കുകയാണ്. നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പഫ് വരണതെന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം നമ്മൾ 2.5 ഇഞ്ച് 3.5 ഇഞ്ച് കൂടുതലിട്ടല്ലോ, ആ ഒരു ഭാഗത്തെ പഫാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിന് പഫ് ഇതുപോലെ തന്നെയാണ്. ബ്ലൗസിൽ നമ്മൾ പഫ് സ്ലീവ് വയ്ക്കില്ലേ, അപ്പോൾ ഇതുപോലെ ഇനി ഈ ഒരു ലൈനിൽ കൂടെ നമ്മൾ വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കുറച്ച് ഭാഗം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ ഇതിനും കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുഴിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല പുറങ്ങൾ ഒരു ഉള്ളിലേക്ക് തന്നെ വെക്കട്ടോ. ഒരു മുഖത്തോട് മുഖം വെച്ചിട്ട് ചീത്ത പുറത്താണ് നമ്മളിവിടെ ചെയ്യണത്. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ചീത്ത പുറം ഇതുപോലെ എടുത്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം ഇവിടെ കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചും കൂടി കട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഈ ഒരു കുർത്തിയിൽ കുറച്ച് ഭാഗം ഈ ഒരു ഭാഗം ഒന്ന് വളച്ചൊന്ന് ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് പോണ ഭാഗമാണ് ഒരു ഭാഗത്തിട്ടോ, നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. എന്നിട്ട് അതൊന്ന് വിരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വിരിച്ചെടുത്തിട്ട് രണ്ട് ഭാഗം നമുക്ക് ആ ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുർത്തിയിൽ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഒരു ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ വീഡിയോ ചെയ്തില്ലെങ്കിലും കുർത്തി ചെയ്തിട്ട് ഇതാണ് കേട്ടോ കുർത്തി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തോ.